നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വായു മലിനീകരണം ഒരു ദക്ഷിണേഷ്യൻ പ്രതിസന്ധി ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഡൽഹി വീണ്ടും ശ്രദ്ധയിൽ. വായുവിന്റെ ഗുണനിലവാരം AQI. ഡൽഹി വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു. കാരണം അവിടുത്തെ വായുവിന്റെ ഗുണനിലവാര സൂചിക AQI സ്ഥിരമായി വഷളായിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും എന്ന പോലെ ഇത്തവണയും ഈ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പ്രതികരണം, നീ ജെർക്ക് റിയാക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സുസ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ല. എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ക്രമേണ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 1, 2 എന്നിവയിൽ നിന്നും സ്റ്റേജ് 3 മാറിയിട്ടുണ്ട്. കൂടാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പൗരന്മാർക്കായി മുന്നറിയിപ്പുകളും അഡ്വൈസറീസ് നൽകിയിട്ടുണ്ട്. എങ്കിലും വായു മലിനീകരണത്തിന് പിന്നിലെ പ്രകൃതിദത്തവും മാനുഷിക നിർമ്മിതവുമായ കാരണങ്ങളുടെ കൂട്ടായ കൊല്യൂഷൻ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഡൽഹിയിലെ വായു മലിനീകരണ പ്രതിസന്ധി ഇന്ത്യയുടെ പരമാധികാര അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ദക്ഷിണേഷ്യയിൽ എന്ത് സംഭവിക്കുന്നു? 2024 നവംബറിൽ കിഴക്കൻ വടക്കൻ പാകിസ്ഥാനും വടക്കേ ഇന്ത്യയും ഒരു ഗുരുതരമായ മലിനീകരണ സംഭവത്തെ നേരിട്ടു. അത് 2024 ഇന്ത്യ പാകിസ്ഥാൻ പുകമഞ്ഞ് സ്മോഗ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഏറ്റവും ഉയർന്ന AQI രേഖപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്ന നിലയിൽ ലാഹോറും ഡൽഹിയും മത്സരിച്ചു. ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാവുന്ന തരത്തിൽ നഗരങ്ങളിൽ തവിട്ട് മേഘങ്ങൾ ബ്രൗൺ ക്ലൗഡ്സ് രൂപപ്പെട്ടു. ലാഹോറാണ് ഏറ്റവും മോശം AQI നേരിട്ടുവെങ്കിലും അതിർത്തികളിലൂടെയും മേഘങ്ങൾക്കുള്ളിലൂടെയും മലിനീകകാരികളെ വഹിച്ചുകൊണ്ട് കാറ്റിന്റെ രീതിയിൽ വന്ന മാറ്റം കാരണം ഡൽഹിയിലെ വായു ക്രമേണ മോശമായി. ഇപ്പോൾ 2025 ഡൽഹിയെ പിന്തുടർന്ന് വീണ്ടും ലാഹോർ എത്തിയിരിക്കുന്നു. പ്രാദേശിക മലിനീകരണം ഇന്ത്യയിൽ നിന്നുള്ള പുകയും കുറഞ്ഞ വേഗത്തിലുള്ള കാറ്റും കാരണം ഒഴുകിയെത്തുന്നതായി കറാച്ചിയിലെ ദി ഡോൺ എന്ന പത്ര റിപ്പോർട്ട് പറഞ്ഞു. വായു മലിനീകരണം പ്രതിസന്ധിയിൽ ബംഗ്ലാദേശിനും കാര്യമായ പങ്കുണ്ട്. US തിങ്ക് ടാങ്കായ അറ്റ്ലാന്റിക് കൗൺസിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ധാക്കയിൽ ശൈത്യകാലത്ത് AQI മിതമായത് മുതൽ വളരെ മോശം വരെ മോഡറേറ്റ് ടു വെരി പുവർ എന്ന നിലയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നേപ്പാളിന്റെ തലസ്ഥാനത്തും AQI എല്ലാ വർഷവും മിതമായതും അനാരോഗ്യകരമായും മോഡറേറ്റ്ലി ആൻഡ് അൺഹെൽത്തി എന്ന നിലയിൽ ആശങ്കാജനകമായി തുടരുന്നു. എന്താണ് കാരണങ്ങൾ? ഗ്രീൻ പീസിന്റെ 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് ഗ്രീൻ പീസ് 2023 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അടിവരയിടുന്നത് ദക്ഷിണേഷ്യയിലെ മോശം വായുവിന്റെ ഗുണനിലവാരത്തിന് കാരണം വ്യാവസായിക വാഹനങ്ങളുടെ പുറന്തള്ളൽ, കട്ടിയുള്ള ഇന്ധനങ്ങളുടെയും മാലിന്യങ്ങളുടെയും കത്തിക്കൽ തുടങ്ങിയ മനുഷ്യനിർമ്മിത സ്രോതസ്സുകളാണ് ആന്ത്രോപോജനിക് സോഴ്സസ് എന്നാണ്. ഇൻഡോ ഗംഗാ സമതലത്തിലും അപ്പുറത്തും പ്രധാന നഗരങ്ങൾ അതിന്റെ അനന്തരഫലങ്ങൾ നേരിടുന്നു. ഈ പങ്കിട്ട വായു മലിനീകരണത്തിൽ ഷെയർഡ് എയർ പൊല്യൂഷൻ കാരണമായ ഘടകങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശത്തിന്റെ സ്ഥിരമായ ഭൂമിശാസ്ത്രപരമായ ഘടന, ഫിക്സഡ് ടോപ്പോഗ്രഫി. ഭൂപടശാസ്ത്രപരമായ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയുടെ പ്രാദേശിക പ്രകൃതിദത്തമായ വായു സഞ്ചാരത്തെയും മലിനീകകാരികളുടെ വ്യാപനത്തെയും സ്ഥിരപ്പെടുത്തുന്നു. വായുവിലെ കണികകളുടെ സങ്കീർണമായ ഘടന കാരണം ഒരു അന്തർദേശീയ പ്രാദേശിക മൂടൽമഞ്ഞ് ട്രാൻസ് നാഷണൽ ആൻഡ് റീജിയണൽ ഹെയ്സ് ഉപരിതലത്തിൽ രൂപപ്പെടുന്നു. പ്രകൃതിദത്തമായ ഭൂമിശാസ്ത്രത്തോടൊപ്പം ഒരു അന്തർദേശീയവും പ്രാദേശികവുമായ പൊതുവായ കാര്യം കൂടിയുണ്ട്. അതീവ മോശമായ രാഷ്ട്രീയ ഇച്ഛാശക്തി, അബൈസ്മൽ പൊളിറ്റിക്കൽ വിൽ കാരണം ഇത്തരം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിലെ പരാജയം. ലോക ബാങ്കിന്റെ 2023 ദക്ഷിണേഷ്യയിലെ വായു മലിനീകരണവും പൊതുജന ആരോഗ്യവും എയർ പൊല്യൂഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻ സൗത്ത് ഏഷ്യ എന്ന റിപ്പോർട്ട് അറിയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മോശം വായു മലിനീകരണമുള്ള 10 നഗരങ്ങളിൽ 9 ദക്ഷിണേഷ്യയിലാണ്. ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ എന്നിവ ദക്ഷിണേഷ്യൻ മേഖലയിലെ അന്തർദേശീയ വായു മലിനീകരണം താരതമ്യേന കുറവായി ബാധിച്ചിട്ടുള്ളതായി അറിയപ്പെടുന്നു.
ഈ ഘടകങ്ങളുടെ പരസ്പര ബന്ധം സൂചിപ്പിക്കുന്നത് ലഘൂകരണത്തിന് ഹ്രസ്വകാല പരിഹാരത്തിൽ മാത്രമല്ല, ദേശീയ അതിർത്തികളിലുടനീളമുള്ള കാർഷിക രീതികളും വ്യവസായ മലിനീകരണത്തിൽ ശക്തമായ ഡീകാർബണേഷൻസ് നടപടികളിലും ഘടനാപരമായ പരിഷ്കാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദീർഘകാല തന്ത്രങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ് എന്നതാണ്. ഇത് വികസനത്തിന്റെ ഒരു പ്രതിസന്ധിയാണോ? വായു മലിനീകരണം വികസനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം പരിസ്ഥിതിക്ക് അത് വരുത്തുന്ന ദോഷകരമായ പ്രത്യാഘാതങ്ങളുമായും ഈ ലോകബാങ്ക് പഠനം അനുമാനിക്കുന്നത് ഇന്ത്യയിൽ ഉയർന്ന AQI നിലകൾ കാരണം അതിന്റെ GDPയുടെ ഏകദേശം 3% ആരോഗ്യ സംരക്ഷണത്തിനും നഷ്ടപ്പെട്ട തൊഴിൽ മൂലധനത്തിനും ലോസ് ലേബർ ക്യാപിറ്റലിനു വേണ്ടി ചെലവാക്കേണ്ടി വരുന്നു എന്നതാണ്. ദി ലാൻഡ്സൈറ്റ് ഹെൽത്ത് ജേണൽ എടുത്തു കാണിച്ചത് 2019 വായു മലിനീകരണം മൂലമുണ്ടായ അകാല മരണനിരക്ക്, രോഗാവസ്ഥയും പ്രീമച്വർ മോർബിഡിറ്റി ഓർ മോർട്ടാലിറ്റി കാരണം ഇന്ത്യയുടെ GDP 1.36% കുറഞ്ഞു എന്നതാണ്. ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ വിൽപ്പനയിലെ കുത്തനെയുള്ള വർധനവ്, ഗതാഗതത്തിന്റെ അഭാവം, വാഹനമല്ലാതെ മൊബിലിറ്റിക്ക് വേണ്ടിയുള്ള പിന്തുണയില്ലായ്മ, നഗരത്തിലെ പച്ചപ്പ് നഷ്ടപ്പെടുത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ എന്നിവയെല്ലാം വായുവിന്റെ ഗുണനിലവാരം മോശമാക്കുന്നതിന് കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. 2023 UNEP റിപ്പോർട്ട് കാണിക്കുന്നത് ഉപഭോക്താവിന്റെയും ഉൽപാദനത്തിന്റെയും നിലവിലെ രീതികൾ എങ്ങനെയാണ് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നതെന്ന്, അത് എങ്ങനെയാണ് വായു മലിനീകരണം പ്രതിസന്ധിക്ക് കാരണമാകുന്നതെന്നതുമാണ്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന WHO കൃത്യമായി തിരിച്ചറിയുന്നത് വായുവിന്റെ ഗുണനിലവാരം ആയുർദൈർഘ്യവും പൊതുജനാരോഗ്യവും സാമ്പത്തിക ഉൽപാദനക്ഷമതയും പാരിസ്ഥിതിക നീതി എന്നിവയെ കാര്യമായി ബാധിക്കുന്നു എന്നതാണ്. ഈ മോശമായ AQI കണക്കുകൾ മോശമായ ആസൂത്രണം ചെയ്ത വികസനത്തിന്റെ ഫലമാണ്. ഇതിന്റെ അനന്തരഫലങ്ങൾ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ദൃശ്യമാകുന്നത്. തെക്കുകിഴക്കൻ തീരത്തുള്ള മുംബൈയിലും മറ്റു നഗരങ്ങളിലും വായു കൂടുതൽ മോശമാകുന്നു എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എന്ത്? പ്രതിസന്ധിയുടെ ഉറവിടങ്ങൾ നിയന്ത്രിക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയ കൂടുതൽ സൂക്ഷ്മമായ ഭരണ മാതൃക, തൊഴിലാളികളുടെയും കർഷകരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ശ്രദ്ധയുള്ള ഒരു മാനുഷിക വികസന മാതൃക, കൂടാതെ പ്രാദേശികമായി കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാതൃക എന്നിവയാണ് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ ചില അത്യാവശ്യ ഘടകങ്ങൾ. IIT ഭുവനേശ്വറിലെ ഒരു പുതിയ പഠനം ഈ പ്രശ്നം ഭാഗികമായി പീസ്മിയൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം വായു മലിനീകരണത്തെ നേരിടാൻ വിശാലമായ പ്രാദേശിക എയർഷെഡ് സ്കെയിൽ മാനേജ്മെന്റ് തന്ത്രത്തിന്റെ റീജിയണൽ എയർഷെഡ് സ്കെയിൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി പ്രാധാന്യം എടുത്തു കാണിച്ചു. അതിർത്തികൾക്കും സംസ്ഥാനങ്ങൾക്കും അപ്പുറത്തുള്ള വിവിധ പങ്കാളികളെ ഉൾക്കൊള്ളുന്ന ശക്തമായ നയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വായു മലിനീകരണത്തിന്റെ ഉറവിടങ്ങൾ വേരോടെ പിഴുതെറിയാൻ ഒരു കാലാവസ്ഥാ ചിന്താഗതി, മെറ്റീരിയോളജിക്കൽ മൈൻഡ്സെറ്റ് വളർത്തിയെടുക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ മാറുകയാണ്. നന്ദി.